ഹലോ, ബാങ്ക് ഓഫ് ബറോഡ. ആ ഇല്ല. ആ ഒത്തിരി ടെൻഷനൊക്കെ ഉണ്ട്, ഇയർ എൻഡിങ് അല്ലേ. ആ ടാർജറ്റ് ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ശരി ശരി. ആ ഞാനുണ്ടാവും, വൈകിട്ടുണ്ടാവും ക്ലബിൽ. ഓക്കെ ബൈ. ശരി. ഗുഡ് മോർണിംഗ് സർ. എന്താണ് റീത്ത ഇത്? 11:30 മണിക്കാണ് ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ജോലിക്ക് കയറുന്നത്. അത് സാറേ, എന്നെ ഇന്നൊരു ചെറുക്കൻ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ആ അപ്പൊ പക്ഷെ 9 മണിക്ക് വരാന്ന് പറഞ്ഞിട്ട് വന്നപ്പോ 10:45 അതാ താമസിച്ചത്. ഈ ചെറുക്കനെ എവിടെയാ ജോലി? റെയിൽവേയില്. ആ കറക്റ്റ്, അവന്റെ ജോലി കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. സൈൻ ചെയ്തോ? സൈൻ ചെയ്തിട്ട് പോ. കണ്ടിപ്പോ നമ്മളെന്താ പറയണത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. പറയൂ സാർ. ബാങ്ക് ഓഫ് പൊറോട്ട. അതെ, ബാങ്ക് ഓഫ് ബറോഡ. ഞാൻ ഒരു പ്ലേറ്റ് ഇറച്ചിയായിട്ട് വന്നാൽ എത്ര പൊറോട്ട വരെ നിങ്ങൾ അലോട്ട് ചെയ്യും? അയ്യോ, ഇത് അങ്ങനെ ആ ഒരു പൊറോട്ട അല്ല ഇത്. പിന്നെ ഇത് ഈ ബാങ്കിന്റെ പേരാണ് ബാങ്ക് ഓഫ് പൊറോട്ട. കാരണം ഇതിന്റെ ഈ ബാങ്കിന്റെ ഫൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഒരു പൊറോട്ട അടിക്കാരനായിരുന്നു പഴയ. അങ്ങനെ അദ്ദേഹം പൊറോട്ട അടിച്ചുണ്ടാക്കിയ ഒരു ബാങ്കാണത്. വളരെ വിചിത്രമായിരിക്കുന്നു. ഓക്കെ 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 താങ്ക് യു. അതെ, ആ ആ ചുമന്ന ചുരിദാറിട്ട പെൺകുട്ടി ആ ഇവിടുത്തെ സ്റ്റാഫ് ആയിരുന്നല്ലേ? അതെ, ഇവിടുത്തെ സ്റ്റാഫാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആ കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്. ആയിക്കോട്ടെ. എങ്ങനെയും ഞങ്ങളുടെ വിവാഹം ഒന്ന് നടത്തണം. സാറേ ആള് കൊള്ളാല. സാറേ ഞാനൊരു ബാങ്ക് മാനേജറാണ്, അല്ലാണ്ട് ബ്രോക്കറൊന്നുമല്ല നിങ്ങളുടെ കല്യാണമൊക്കെ നടത്തി തരാനായിട്ട്. എന്നിട്ട് താഴെ എഴുതി വെച്ചേക്കുന്നല്ലോ, എന്ത്? നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാനേജറുമായി ബന്ധപ്പെടാം. അത് ഈ ബാങ്കിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്, അല്ലാണ്ട് നിങ്ങളുടെ കല്യാണ കാര്യമൊക്കെ ഞാൻ എങ്ങനെയാണ് നടത്തി തരുന്നത്? സോറി, ആക്ച്വലി ഞാൻ ഈ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം സംസാരിക്കുന്നതിന് വേണ്ടിയാണ് വന്നത്. എന്താണ്? ഒരു 6 കോടി രൂപ ഞാൻ ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്താൽ നിങ്ങളുടെ ബാങ്ക് അത് താങ്ങുമോ? അല്ല എങ്ങനെയാണ് അതിന്റെ? അത് സാറേ, 6 കോടി രൂപ സാറ് ഞങ്ങളുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യൂ? ചെയ്താൽ എങ്ങനെയാണ് അതിനെ നിങ്ങൾ? അയ്യോ, ഞങ്ങൾ ഇരു കയ്യിൽ നിന്ന് സ്വീകരിക്കും, ഞങ്ങൾ താങ്ങിക്കോളാം. എന്ത് വേണമെങ്കിലും ചെയ്താലും നല്ല ഇൻട്രസ്റ്റ് ഒക്കെ ഞാൻ റെഡിയാക്കി തരാം. ഓക്കെ. എപ്പോഴാണ് സാർ നമുക്കിപ്പോ തന്നെ അതിന്റെ പ്രൊസീജിയേഴ്സ് മുന്നോട്ട് പോയാൽ? അല്ല, അതവിടെ നിൽക്കട്ടെ, അതവിടെ നിൽക്കട്ടെ. ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഒരു സാറ് ശരിക്കും പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനാണോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാനാണോ വന്നത്? അല്ല, വാഴ നനയ്ക്കുന്ന കൂട്ടത്തിൽ ചീരയുടെ നനഞ്ഞോട്ടെ. അങ്ങനെ മുരുക. സാർ 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 എന്താ സാർ വിളിച്ചേ? നമ്മുടെ വേണ്ടപ്പെട്ട സാറാണ്. ഓ സാർ നമസ്കാരം. സാറിന് ഒരു ജ്യൂസ് വേണം. സാർ ഏത് ജ്യൂസ് വേണം സാർ? മാംഗോ, പൈനാപ്പിൾ, സാത്തുക്കുടി. സാത്തുക്കുടി. സാർ ഞാനൊരു ഫ്ലോയ്ക്ക് പറഞ്ഞു പോയതാ, സാത്തുക്കുടി ഇല്ല. പിന്നെ എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സോറി, ഒന്നുമില്ല സാർ, ഒരു പ്രശ്നമില്ല. അതെ, സാത്തുക്കുടി ജ്യൂസ് ഇപ്പൊ നിലവിലില്ല, അതിന് തൂത്തുക്കുടി വരെ പോകണം എന്നാണ് പുള്ളി പറയുന്നത്. എങ്കിൽ ഞാൻ പോരുത് പോരുത് പോകരുത്, എവിടെയെങ്കിലും പോയി ഒപ്പിച്ചോളാം. ഇപ്പൊ കൂട്ടരുത് സാർ. അല്ല, തരാമെന്ന് പറഞ്ഞത് പിന്നെ ആശിപ്പിച്ചിട്ട് എന്ന് പറയുന്നത് മോശമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രതികരിച്ചത്. അപ്പൊ ഒരു 6 കോടി രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം. എത്ര മാസത്തേക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു നീക്കുപോക്ക് ഉണ്ടായില്ലല്ലോ. ഏത് ആ പെൺകുട്ടിയുടെ കാര്യത്തിലോ? ഓക്കെ ഓക്കെ സാറേ, ഞാനൊരു ബാങ്ക് മാനേജറാണ്, എനിക്കൊരു പരിധിയുണ്ട്. ഞാൻ ആ കുട്ടിനെ വിളിച്ചിട്ട് സാറിനെ ഒന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ട് പിന്നെ അതിനപ്പുറത്തേക്കൊന്നും വേണ്ട. താങ്കൾ എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയാൽ മതി, ഞാൻ പിന്നെ പിടിച്ചു കയറിക്കോളാം. അതിനുശേഷം നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ, എനിക്ക് അത് കേട്ടാ മതി. റീത്ത ഒന്നിങ്ങ് വരൂ. റീത്ത, ഇദ്ദേഹം നമ്മുടെ ഒരു ക്ലയന്റ് ആണ്. ക്ലയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. കാരണം ഇദ്ദേഹത്തിന്റെ തണലിലേക്കാണ് നമ്മുടെ ബാങ്ക് ഇങ്ങനെ കരപറ്റി നിൽക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ സർപ്രൈസ് വിസിറ്റ് തന്നെ ഭയങ്കര അത്ഭുതമാണ്. ഓക്കെ. അതെന്ത് പരിപാടിയാണ്? എന്ത് പരിപാടി? ആ കുട്ടി എന്നെ വിളിച്ചു കേട്ടില്ലേ അങ്കിളെന്ന്? കുട്ടിക്ക് അങ്ങനെ വിളിക്കാൻ തോന്നിയതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എന്നാലും അങ്ങോട്ട് പോകരുത്. അതെ, എനിക്ക് തോന്നുന്നു ഈ ഫിഗറിന് എന്തോ കുഴപ്പമുണ്ടെന്ന്. എന്റെ ഫിഗറിന് എന്താണ് കുഴപ്പം? ഇത്തിരി പ്രായക്കൂടുതൽ ഫീൽ ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. മുടി അങ്ങനെ പ്രായം കുറയൂ? അയ്യോ, തന്നെ ഞാൻ എന്ത് ചെയ്തു? പിന്നെ ഇരുക്കവള് ചേർത്തടിക്കുന്ന എന്തിനാണ്? മുഖത്തൊരു രക്തപ്രസാദം വരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. കുട്ടിനെ വിളിക്കാം. റീത്ത വരൂ.
Yes, sir. നമ്മുടെ മറ്റേ ഫയല് IT യുടെ ഫയല് ഓ അത് അടയ്ക്കാനായിട്ട് പ്യൂണ്ടയിൽ കൊടുത്തു വിട്ടായിരുന്നു സർ. കൊടുത്തു എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിരിക്കും. റീത്ത വളരെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ. Thank you, sir. ഓക്കെ 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 Okay. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് വേണ്ടപ്പെട്ട സാറാണ്. അങ്കിൾ ഇതുവരെ പോയില്ലായിരുന്നോ? വർക്കുണ്ട് അതുകൊണ്ട്. അതെന്താടോ ആ കുട്ടി എന്നെ ഇങ്ങനെ വിളിക്കുന്നത്? എനിക്കറിയില്ല സാറേ. ഞാൻ പോകാം. പോകരുത്. 6 കോടി രൂപയാണ് സാർ, അത് കളയരുത്. ഇല്ല, ഇങ്ങനൊക്കെ ആയാലെങ്ങനെയാണ് ശരിയാവുന്നത്? ഞാൻ 6 കോടി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു പാല് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? ഓക്കെ 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 ഞാനൊരു കാര്യം ചെയ്യാം. എന്താ? ഞാൻ ആ കുട്ടിയോട് നേരിട്ട് ചെന്നൊന്ന് സംസാരിക്കാം. താങ്കൾ നേരിട്ട് ചെന്നൊന്ന് സംസാരിക്കേ. ഈ കാര്യം ഒന്ന് തുറന്നു പറ. ഞാൻ പറയാം. അങ്ങനെ ചെയ്താൽ ഈ ബാങ്കിനാണ് അതിന്റെ ഗുണം. എനിക്കറിയാം. മനസ്സിലായോ? പക്ഷെ സാറേ എനിക്കൊരു പരിധിയില്ല. ഞാനൊരു ബാങ്ക് മാനേജർ അല്ലേ. ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്യാം. ചെയ്യൂ. നമുക്ക് 6 കോടി രൂപ ഇവിടെ തന്നെ. അങ്ങനെ ചിന്തിച്ച് ചെയ്യൂ മാനേജർ. നിങ്ങൾക്കാണ് ഇതിന് പ്രയോജനം. Thanks. മനസ്സിലായോ? നിങ്ങൾക്കാണ് ഇതിന് പ്രയോജനം കിട്ടുന്നത്. ഞാനൊന്ന് ചെന്നിട്ട് വരാം. ഓക്കെ, അങ്ങനെ ചെയ്യൂ. സാറേ സാറേ എന്താ? എന്റെ ചെക്ക് മടങ്ങിപ്പോയി, എന്ത് ചെയ്യണം സാറേ? കണ്ടേ? എന്റെ ചെക്ക് മടങ്ങിപ്പോയി, എന്ത് ചെയ്യണം സാറേ? ഇടോ, ആ മടങ്ങിയ ഭാഗത്ത് ഇച്ചിരി വെള്ളം തെളിക്കുക. എന്നിട്ട് അവിടെ ഇത്തിരി ചൂടാക്കിയിട്ട് ഇപ്പം തേത്താ മതി. അത് നൂന്നോളും. താങ്ക് യു സാർ. മനുഷ്യനെ മെനക്കെടുത്താനായിട്ടൊന്നും മനുഷ്യൻ തീ തിന്ന് പിടിച്ചിരിക്കുകയാണ്. സാർ സാർ സാത്തുക്കുടി ജ്യൂസ്. താങ്ക് യു. എന്താ പേര്? മുരുകൻ. നല്ല പേര്. സ്നാക്സ് ഉണ്ട് സാർ, കഴിച്ചോളൂ. ആ ഓക്കെ. ക്ലിയർ ആയി സർ. റീത്തെ, ഞാൻ മറ്റേ കക്ഷിയുടെ കാര്യം പറഞ്ഞില്ലേ? ഓ ആങ്കിളുടെയോ? ആ, അദ്ദേഹം പേര് കേട്ട കക്ഷിയാണ്. കാരണം 6 കോടി രൂപ 6 കോടി രൂപയാണ് നമ്മുടെ ഇതിനകത്തേക്ക് പുള്ളി ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. ഓ ആഹാ. അപ്പൊ നമുക്ക് വേണ്ട വിധത്തിൽ പുള്ളിനെ ഒന്ന് കാണുമ്പോ ഒന്ന് പുഞ്ചിരിച്ചൊന്ന് സംസാരിച്ചോ. വേറെ കുഴപ്പക്കാരനൊന്നുമല്ല, ഡീസന്റ് കക്ഷിയാണ്. ആണോ? കുഴപ്പമൊന്നുമില്ല കേട്ടാ. അപ്പൊ അല്ല എന്താ സാർ ഞാൻ ചെയ്യേണ്ടത്? പുള്ളിനെ കാണുമ്പോ ഒന്ന് ഡീസന്റ് ആയിട്ട് അല്ല സംസാരിച്ചു. എനിക്ക് ഞാൻ എന്തിനാ അയാളെ നോക്കി ചിരിക്കുന്നത്? അതല്ല, ചുമ്മാ നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ അല്ല വേണ്ടി. എനിക്ക് അയാളൊരു നല്ല ഫിഗർ ആയിട്ട് തോന്നുന്നില്ല സാർ. കുഴപ്പമില്ല 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 മുരുകാ, സാർ വിളിച്ചായിരുന്നോ? കുഴപ്പമൊന്നുമില്ല. സാത്തുകൂടി തീർന്നു. ഇനി തരാം സാർ, തരാം സാർ. മുരുകൻ എന്താന്ന് വെച്ചാൽ കൊടുക്കും. കൊടുക്കാം സാർ. ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എന്താ ഒറ്റ മിനിറ്റ്. യെസ്, പറയൂ പറയൂ, എന്താണ്? സാർ എനിക്ക് ബാങ്കിലേ ആ. പുതിയൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 10 lakh FD ഇടാൻ വേണ്ടിട്ടായിരുന്നു. എത്ര? 10 lakh. സെർലാക്ക് ആണെങ്കിൽ എനിക്ക് ഒരു ഗ്ലാസ് വേണം. സെർലാക്ക് ആണെങ്കിൽ എനിക്ക് ഒരു ഗ്ലാസ് വേണം. മുരുകാ, സാർ സാറിന് ഒരു സെർലാക്ക്. സാർ സെർലാക്ക്. എന്താണ് നമ്മൾ വന്ന കാര്യം പറഞ്ഞില്ല? എനിക്ക് ഒരു പുതിയ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 10 lakh FD ഇടാൻ വേണ്ടിട്ടായിരുന്നു. 10 ലാക്കേ ഉള്ളൂ. അതെ, ഇന്ന് തന്നെ വേണോ? ഇന്ന് തന്നെ വേണം സാർ. കാരണം ഞാൻ ഇന്ന് ഇത്തിരി തിരക്കിലാണ്. ഞാനിപ്പോൾ ഒരു 6 കോടി രൂപയുടെ ഒരു ഡീല് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ 10 ലാക്കൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു സമയം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് സാർ എനിക്ക് ഈവനിങ് ഫ്ലൈറ്റിന് ദുബായിക്ക് തിരിച്ചു പോകണം. അപ്പൊ അതിന്റെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കുറച്ച് സംസാരിക്കാൻ. അയ്യോ, അതൊക്കെ ഇരുന്ന് കുറച്ചു നേരം സംസാരിക്കേണ്ടി വരും. ഞാൻ ഇപ്പം ഇത്തിരി ബിസിയാണ്. ഒരു കാര്യം ചെയ്യും, നിങ്ങളൊരു കുറച്ചു നേരം വെയിറ്റ് ചെയ്യും. ഞാൻ വിളിപ്പിക്കാം. ഓക്കെ, വിളിച്ചിട്ട് നമുക്ക് സംസാരിക്കാം കേട്ടാ. വെയിറ്റ് ചെയ്യാം സാർ. ഓക്കെ ഓക്കെ ഓക്കെ. സാറേ, സാർ സാർ സെർലാക്ക് ഇത് സാർ സെർലാക്ക്. ഇതെന്താ ഇങ്ങനെ പെരുമാറുന്നത്? അല്ല, സെർലാക്ക് ചോദിച്ചു പുള്ളി കൊണ്ടിരുന്നു. അങ്ങനെയാണോ അത് നിങ്ങൾ ചെയ്യേണ്ടത്? പിന്നെ നിങ്ങൾ ബുദ്ധിപൂർവ്വം പ്രയോഗിക്കുക. നിങ്ങൾക്ക് തന്നെയാണ് പ്രയോജനം. എന്താണ്? ആ കുട്ടിയുടെ കൊടുത്തു വിടാൻ പറയും. സെർലാക്കോ? സെർലാക്ക്. മുരുക, എന്തോ? ഇത് റീത്തനോട് കൊണ്ടു കൊടുക്കാൻ പറ. ഓക്കെ സാർ, ഓക്കെ സാർ. ഓക്കെ. മാം, ഇത് മാം കൊടുക്കാൻ പറഞ്ഞു. അത് സാറിന് എനിക്കറിയാം. എനിക്കറിയാം. ഞാനേ ആ മറ്റേ ഫയല് എനിക്ക് ഇയാളുടെ ഫിഗർ കണ്ടിട്ട് അങ്ങനെ ഒന്നും തോന്നുന്നില്ല. അങ്ങോട്ട് ചെല്ല്. ഞാനല്ലേ പറയുന്നത്. ചെല്ല്. നമ്മുടെ ഫയല്. ചേട്ടാ സെർലാക്ക്. താങ്ക് യു. എന്താ പേര്? പേര് റീത്ത. എന്ത് ചെയ്യുന്നു? ഇവിടെ വർക്ക് ചെയ്യുന്നു. ഓ, ഞാൻ ഓർത്തില്ല. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, അനിയൻ. ഓ, ഈ മാനേജറുടെ ക്യാബിനിൽ CC ക്യാമറ ഉണ്ടോ? ഉണ്ടായിരുന്നു, പക്ഷെ 2 ദിവസമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. എന്നാ എനിക്കൊരു ഉമ്മ താ. എന്നാ ഞാനൊരു ഉമ്മ അങ്ങോട്ട് തരാം. സാറേ, അയ്യോ, സാറിനെ സാറേ, അങ്ങനെ വിളിക്കാം. ഓടി വന്നേ. ഇങ്ങനെ എന്നോട് ഉമ്മ ചോദിക്കുന്നു. ഒരെണ്ണം കൊടുക്ക്.
സാറാണ് കൊള്ളല്ലേ, സാർ ഇതിന് കൂട്ടി നിൽക്കുവാണോ? അല്ല നമുക്ക് 6 കോടി കിട്ടുന്ന കേസല്ലേ. എന്താ 6 കോടി? ആഹാ, സാറും കൂടെ ആണ് കൂട്ടുന്നിട്ടാണല്ലേ ഇത്. സാറിന്റെ പേരിൽ ഞാൻ ഹെഡ് ഓഫീസിൽ ഒരു പരാതി കൊടുക്കും, നോക്കിക്കോ. എന്നിട്ടേ ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നുള്ളൂ. ആഹാ, കൊള്ളല്ലോ. ഓരോരുത്തന്മാര് വരും, എന്നിട്ട് അവരെ ചേട്ടാ ചേട്ടാന്ന് വിളിക്കുകയും വേണം. ഇതൊന്നും ഇവിടെ പറ്റുമെന്നില്ല, ഞാൻ പോവാ. ഞാൻ ഇത് കംപ്ലൈന്റ് ചെയ്യും, ഉറപ്പായിട്ട് ഞാൻ കംപ്ലൈന്റ് ചെയ്യും. അല്ല എന്താ പ്രശ്നം എന്താണ്? എന്ത് പണിയാണ് സാർ? എന്ത് പണിയാണ് സാർ എന്താ ആ കുട്ടിനോട് പറഞ്ഞത്? അല്ല താങ്കളൊന്നും പറഞ്ഞിട്ടല്ലേ കുട്ടി ഇങ്ങോട്ട് ആ വന്നത്? കുട്ടി ഇപ്പൊ എനിക്കെതിരെ ഹെഡ് ഓഫീസിൽ കംപ്ലൈന്റ് ചെയ്യുമെന്നാ പറഞ്ഞത്. സാർ എനിക്ക് അതൊന്നും താൻ പേടിക്കണ്ട. അതൊന്നും എനിക്ക് കുഴപ്പമില്ല. അതൊന്നും എനിക്ക് പേടിക്കണ്ട. 6 കോടി രൂപ വെച്ചിട്ട് വേണം എനിക്ക് പിടിച്ചു നിൽക്കാനായിട്ട്. അത് പ്രശ്നമില്ല. അപ്പൊ നമുക്ക് അതങ്ങോട്ട് ഇടാലോ. ആയിക്കോട്ടെ. പക്ഷെ അതിനു മുമ്പ് ആ. ഈ നമ്മുടെ ഈ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഞാൻ ഇടുമ്പോൾ എത്ര ശതമാനം പലിശ എനിക്ക് കിട്ടുമെന്ന് അറിയണോ ആദ്യം? അല്ല സാറേ, അത് പല രീതിയിലുണ്ട്. നമ്മൾ 10 വർഷത്തേക്കാണെങ്കിൽ ഇടുന്നതെങ്കിൽ ഒരു 7.5 ഉണ്ടാവുള്ളൂ. അതേസമയത്ത് അത് 30 വർഷത്തേക്കാണെങ്കിൽ ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് സാറിന് അത് ഒരു 8.5 1% ഞാൻ കൂട്ടിത്തരാം. താങ്കളുടെ സ്വന്തം റിസ്കില്. അതെ അതെ അതെ. അതെന്തായാലും നന്നായി. ആ. അങ്ങനെയാണെങ്കിൽ 30 വർഷത്തേക്ക് ഡിപ്പോസിറ്റ് ചെയ്തോളൂ. താങ്ക് യു സാർ, താങ്ക് യു സാർ, താങ്ക് യു. അപ്പൊ 30 വർഷത്തേക്ക് നമുക്ക് FD ആയിട്ട് ഇടാം. FD ആയിട്ട് ഇട്ടു. അപ്പൊ എങ്ങനെയാണ് പണം? ലിക്വിഡ് ആയിട്ടാണോ അല്ലെങ്കിൽ അക്കൗണ്ട് എങ്ങനെയാണ്? പണം നമ്മൾ ഡയറക്റ്റ് അങ്ങ് പേ ചെയ്യല്ലേ? സാറിനെ സമ്മതിക്കണോട്ടെ, ഇത്രയും പണമൊക്കെ സാറ് ഇങ്ങനെ വളരെ പരസ്യമായിട്ടൊക്കെ കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിത് ചെറുപ്പം മുതലേ കണ്ടു നടന്നില്ലേ? പണം നമ്മുടെ വിഷയമല്ലേ? 6 കോടി ഏപ്രിൽ 14 വിഷു ബമ്പറാണ്. അടിച്ചാൽ ഇത് ഞാനിവിടെ ഡിപ്പോസിറ്റ് ചെയ്യും. അടിച്ചില്ലെങ്കിൽ അടിക്കത്തില്ലല്ലോ. ഏ? കഴിഞ്ഞ വർഷമില്ലേ, ആ. കഴിഞ്ഞ വർഷം വിഷുവിന്റെ ബമ്പറാണിത്. പഴയ പാത്രങ്ങളെ ബക്കറ്റ് പൊട്ടിയത്